ഇതാ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ സന്ദേശം. യുവാക്കൾക്ക് നന്ദി പറയുകയാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് ലഭിച്ച പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. യുവാക്കൾ വീഡിയോ ഏറ്റെടുത്തതായി പ്രധാനമന്ത്രി ഇൻസ്റ്റാഗ്രാമിൽ പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ്. അതിലേക്ക്. थैंक यू फ्रेंड्स। कल देर रात आपसे मिलने का मौका मिल गया। मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी। ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा। थैंक यू दोस्तों। ആ വീഡിയോയിൽ അദ്ദേഹം ഏറെ സന്തോഷത്തോടു കൂടി യുവാക്കൾക്ക് തൻ്റെ നന്ദി അറിയിക്കുകയാണ്. യുവാക്കൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനൊപ്പം തന്നെ എല്ലാവരും കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ അത്രത്തോളം യുവാക്കളെ ചേർത്ത് പിടിക്കുകയാണ് പ്രധാനമന്ത്രി, കേന്ദ്ര സർക്കാർ. അതുതന്നെയല്ലേ? വിഷ്ണു, രാജ്യത്തെ യുവജനങ്ങളെ വെച്ച്, വിദ്യാർത്ഥികളെ വെച്ച് രാഷ്ട്രീയം കളിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സമൂഹ മാധ്യമങ്ങൾ വഴി ഈ രാജ്യത്തെ യുവാക്കളുമായി അഭിസംബോധന ചെയ്തിരുന്നു. ഇന്നിപ്പോൾ രണ്ടാം ദിവസമാണ് അദ്ദേഹം വീണ്ടും സമൂഹ മാധ്യമങ്ങളുടെ രാജ്യത്തെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും യുവജനങ്ങളെ വെച്ച് രാഷ്ട്രീയം കളിക്കുവാനോ അല്ലെങ്കിൽ പ്രതിപക്ഷം നടത്തുന്ന പോലുള്ള നീചമായ രാഷ്ട്രീയ കളികൾക്കോ തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ കൃത്യമായ നടപടികൾ ഇതിനോടകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അതായത് ഫാസ്റ്റ് ട്രാക്ക് കോടതികളടക്കം ഇതിനോടകം തന്നെ നടപ്പിലായിട്ടുണ്ട്. സർക്കാർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ഓരോന്നും കൃത്യമായി തന്നെ നടപ്പിലാക്കുന്നുണ്ട്. രാജ്യത്തെ യുവജനങ്ങൾ അത് ഏറ്റെടുക്കുന്നുണ്ട്. അതിൽ ഏറെ സന്തോഷമുണ്ട് എന്നുള്ളതാണ് നവമാധ്യമങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത്. ഇതിനോടകം തന്നെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ കൈക്കൊണ്ട നടപടികൾ ഓരോന്നായി സർക്കാർ വൃത്തങ്ങൾ പല വഴികളിലൂടെ തന്നെ പുറത്തുവിടുന്നുണ്ട്. അതായത് അതിൽ പ്രധാനം ഇതിനോടകം തന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചു. ഏതാണ്ട് 47 NDA ഉദ്യോഗസ്ഥരെ അതിൽ നിന്നും പൂർണ്ണമായി മാറ്റി സുതാര്യമായ ഒരു അന്വേഷണത്തിലേക്ക് ഇതിനോടകം തന്നെ കടന്നിരിക്കുകയാണ്. അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും രാജ്യത്തെ യുവജനങ്ങൾക്കായി സർക്കാർ നടത്തുന്നുണ്ട്. യുവജനങ്ങൾ ഇതിൻ്റെ ഭാഗമാകുന്നതിൽ ഏറെ സന്തോഷമുണ്ട് എന്നുള്ളതാണ് നവമാധ്യമങ്ങളിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവജനങ്ങളോട് വ്യക്തമാക്കുന്നത്. വിഷ്ണു.